ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമുക്കിന്നൊരു പുതിയ പാഠഭാഗത്തിലേക്ക് കിടക്കാം. ഓക്കെ, ഏതാണെന്ന് നോക്കിക്കേ. പാഠം 12ാമത്തെ പാഠം ഏതാണ്? മഹായാനം. പേര് കേട്ടല്ലോ, എന്താണ് മഹായാനം? പേര് കേട്ടപ്പോൾ തന്നെ ഒരു വ്യത്യസ്തത ഉള്ളതായിട്ട് തോന്നുന്നില്ലേ? ഈ ഒരു പാഠഭാഗത്തിൽ നമുക്ക് ആ പേരിനെ പോലെ തന്നെ ഉള്ളൊരു വ്യത്യസ്തത നിലനിൽക്കുന്നുണ്ട്. എന്താണ് നമ്മൾ ഈ ഒരു പാഠം ആരെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടോ? കുഞ്ഞുങ്ങളെ ഈ ഒരു പാഠഭാഗം വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ല, എടുക്കരുത്, നല്ല കുട്ടികൾ. അപ്പോൾ ശ്രദ്ധിച്ചേ, നമ്മൾ ഈ എന്താണ് പറയുന്നത്, മറ്റുള്ളവരുടെ തട്ടിപ്പറിക്കുന്ന കാര്യങ്ങളില്ലേ? എന്താണ് നമ്മൾ എന്തെങ്കിലും എനിക്ക് വേണം, അപ്പോൾ നിങ്ങൾ തന്നെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് പുതിയൊരു പൗച്ച് കൊണ്ടുവരുമ്പോൾ എനിക്കത് വേണം എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ പിടിച്ച് വാങ്ങിക്കുന്നത്. ഇപ്പം നിങ്ങൾ പിടിക്കത്തില്ല, ഇപ്പോൾ നിങ്ങൾ വലിയ കുട്ടികളായില്ലേ. പൊതുവെ LKG UKG ഉള്ളൊരു സമയം അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ വെട്ടിപ്പിടുത്തങ്ങൾ അങ്ങനെ നമ്മൾ പിടിച്ചെടുക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, ഒരു പക്ഷെ നമ്മളുടെ ആ കയ്യിൽ കിട്ടുന്ന ആ ഒരു സമയം മാത്രം അതിനകത്തൊരു സന്തോഷം ഉണ്ടാവാം. എനിക്കതുണ്ടല്ലോ, എൻ്റെ കയ്യിലുമുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. പക്ഷെ എന്താണ് ആ ഒരു സന്തോഷം എന്താണ് ശാശ്വതമായിട്ടുള്ളൊരു സന്തോഷമാണോ? അല്ലല്ലോ. അപ്പോഴെന്താണ് ശ്രദ്ധിച്ച്, ആ ഒരു വെട്ടിപ്പിടുത്തങ്ങൾ വെച്ചാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ടോയ്സോ ഒരു പൗച്ചോ അല്ല വെട്ടിപ്പിടിക്കുന്നത്. ഇവിടെ നമ്മളുടെ ഈ ഒരു പാഠഭാഗത്തിൽ ആ വെട്ടിപ്പിടുത്തം ഉദ്ദേശിക്കുന്നത് എന്താണ്? സാമ്രാജ്യങ്ങളാണ്, നമ്മളെ ലോകരാജ്യങ്ങളാണ്, നാടുകളാണ് വെട്ടിപ്പിടിക്കുന്നത്. കണ്ടോ, അങ്ങനെയുള്ള ആ ലോകരാജ്യങ്ങൾ. എന്താണ് ആ വെട്ടിപ്പിടുത്തങ്ങളെല്ലാം അർത്ഥശൂന്യമാണെന്ന് ഒടുവിൽ തിരിച്ചറിഞ്ഞ ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന മഹാരാജാവിൻ്റെ പശ്ചാത്താപവശമായ ജീവിതാന്ത്യം ചിത്രീകരിച്ചിരിക്കുന്ന പാഠഭാഗമാണ് നമുക്ക് ഈ പഠിക്കാനുള്ള മഹായാനം എന്നുള്ള പാഠഭാഗം. എന്താണെന്ന് മനസ്സിലായത്? എന്താണ് നമ്മളുടെ ആ വെട്ടിപ്പിടുത്തങ്ങളെല്ലാം അപ്പോൾ യുദ്ധം ചെയ്തിട്ടാണെങ്കിലും കബളിപ്പിച്ചിട്ടാണെങ്കിലും നമ്മൾ നേടിയെടുക്കുകയാണ്. അങ്ങനെ നേടിയെടുക്കുന്നതെല്ലാം എന്താണ്? വെറും അർത്ഥശൂന്യങ്ങളാണെന്ന്. അങ്ങനെ അർത്ഥശൂന്യങ്ങളാണെന്ന് എപ്പോഴാണ് അറിയുന്നത്? അവസാനമാണ് തിരിച്ചറിയുന്നത്. ആദ്യമേ ഒന്നും അറിയുന്നില്ല, ഏകദേശം അവസാന കാലഘട്ടങ്ങളിലാണ്. ഇപ്പം നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, നമുക്കൊരു ആ ഒരു സമയത്ത് അതിനെപ്പറ്റിയുള്ള പറഞ്ഞില്ലേ, നമ്മൾ നേടി എന്നുള്ളൊരു വിചാരത്താലാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ അത് എത്രത്തോളമാണ് അത് ഫലവത്താവുന്നതൊക്കെ എന്താണ്, കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് അതിനെപ്പറ്റി ഒരു ചിന്ത ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു അവസാന കാലഘട്ടത്തിലാണ് ആ ഒരു ചിന്ത ഉണ്ടാകുന്നത്. അപ്പോഴത്തേന് എന്താണ് അതിൻ്റെ എല്ലാം സമയം കഴിഞ്ഞു പോകും. അന്നേരത്തേന് നോക്കിയേ, ചാണക്യൻ എന്ന മഹാതന്ത്രജ്ഞന്റെ കീഴിലായിരുന്നു ചന്ദ്രഗുപ്തൻ മഗധ നേടിയതും അനിഷേധ്യമായി ഭരിച്ചതും. അപ്പോഴെന്താണ് ആ ചന്ദ്രഗുപ്തൻ എന്താണ് ആരുടെ? ചാണക്യൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചാണക്യൻ എന്ന് വെച്ചാൽ എന്താണ്? മഹാതന്ത്രശാലിയും സൂത്രശാലിയുമായിട്ടുള്ള ആളാണ് ചാണക്യൻ. ഇവിടെ ചാണക്യ ബുദ്ധി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ചാണക്യൻ്റെ കാര്യം ശ്രദ്ധിച്ചേ. എന്നാൽ അദ്ദേഹം എന്താണ്? മഹാതന്ത്രജ്ഞനാണ്. തന്ത്രത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് ചാണക്യൻ എന്ന് പറയുന്ന വ്യക്തി. ആ ചാണക്യൻ്റെ മഹാതന്ത്രജ്ഞൻ്റെ കീഴിലായിരുന്നു ചന്ദ്രഗുപ്ത മഗധ നേടിയതും അനിഷേധ്യമായി ഭരിച്ചതും. പക്ഷേ പ്രകൃതി ദുരന്തങ്ങളും സാംക്രമിക രോഗങ്ങളും അദ്ദേഹത്തെയും രാജ്യത്തെയും ഒരുപോലെ തളർത്തി. അപ്പോഴെന്താണ് എല്ലാം നേടിക്കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? ആ ഒരു പ്രകൃതി ദുരന്തങ്ങൾ, നമ്മൾ ഇവിടെ തന്നെ വെള്ളപ്പൊക്കവും മഹാമാരി പേമാരിയൊക്കെ വന്ന പോലത്തെ ഒക്കെ ഉണ്ടല്ലോ, അത് പ്രകൃതി ദുരന്തമാണത്. ആ പ്രകൃതി ദുരന്തവും സാംക്രമിക രോഗങ്ങൾ. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ പെട്ടിരിക്കുന്ന ഒരു സാംക്രമിക രോഗം ഏതാണ്? കൊറോണയാണ് അല്ലേ? ആ സാംക്രമിക രോഗങ്ങളും അദ്ദേഹത്തെയും രാജ്യത്തെയും ഒരുപോലെ തളർത്തി. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനെയും ഒരുപോലെ തളർത്തിയതാണ് എന്ത്? ആ നാട്ടിൽ അന്ന് ആയിപ്പോയ സാംക്രമിക രോഗങ്ങൾ. ഇപ്പം നമ്മളുടെ നാട്ടിലും അതുപോലെയല്ലേ? ഏകദേശം 1 വർഷം കഴിഞ്ഞു നമ്മളുടെ ഈ ഒരു COVID-19 എന്നുള്ള ആ ഒരു വൈറസ് നമ്മുടെ ഭൂമിയിലെത്തിയിട്ട് 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞതിന് ശേഷം എന്താണ് ആ അസുഖത്തിൻ്റെ തീവ്രതയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ഒന്നുമില്ല. അന്ന് അങ്ങും ഇഞ്ഞും ഓരോരുത്തർക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്താണ്, ഇപ്പോൾ ഏകദേശം എല്ലാ വീടുകളിലും കൊറോണ എന്നുള്ളൊരു അവസ്ഥയായിരിക്കുകയാണ്. അപ്പോഴതെന്താണ് അദ്ദേഹത്തെയും രാജ്യത്തെയും ഒരുപോലെ തളർത്തി. നമ്മളുടെ രാജ്യം തന്നെ നോക്കിയ കുഞ്ഞുങ്ങളെ എന്തുമാത്രം നമ്മുടെ സാമ്പത്തികമായിട്ട് തന്നെ വളരെ അധപ്പതിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നില്ലേ? അല്ലേ? നമ്മുടെ ലോകരാജ്യങ്ങൾ മൊത്തം, നമ്മുടെ ഇന്ത്യ എന്ന് മാത്രമല്ല ലോകരാജ്യങ്ങൾ മൊത്തം നടന്നുകൊണ്ടിരുന്ന ബിസിനസ്സുകളെല്ലാം മുടങ്ങി. ഇപ്പം നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു സ്കൂളുകൾ ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് അടച്ചിടുന്ന ഒരവസ്ഥ. അതുമെല്ലാം നമ്മളിപ്പോഴും അനുഭവിക്കുകയല്ലേ?
നിങ്ങൾക്ക് നോക്കുമ്പോൾ എന്താണ് ഒരുവിധത്തിൽ ഭാഗ്യമാണ്, രക്ഷയുണ്ട്. സ്കൂളിൽ ചെന്ന് വെറുതെ അടി വാങ്ങിക്കേണ്ടല്ലോ, വീട്ടിൽ ഇരുന്ന് കളിച്ചാൽ മതിയല്ലോ, ടി വി കണ്ടാൽ മതിയെന്നൊക്കെ നിങ്ങൾക്കൊരു സന്തോഷം തോന്നും. അത് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു അവസ്ഥ കൊണ്ടാണ് ആ ഒരു സന്തോഷം തോന്നുന്നത്. പക്ഷെ നമ്മുടെ ജീവിതം അങ്ങനെയല്ല. നോക്കിയേ, നമ്മുടെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തെയും എല്ലാം എന്താണ് ആ സാംക്രമിക രോഗങ്ങൾ തളർത്തിക്കളഞ്ഞു. സുഖങ്ങൾ വെറും ജാലം, ആരറിവിതു നിയതൻ ത്രാസു പൊങ്ങുന്നിതും താനേ താണുപോകുന്നിതും. ഇത് കുമാരനാശാൻ്റെ വാക്കുകളാണ്. ആ വാക്കുകൾ ഇത്ര പ്രസക്തമായിട്ടുള്ളൊരവസ്ഥയാണ്. അവസാനം എന്താണ് സംഭവിച്ചത്? ആഹാരവും ജലപാനവും ഉപേക്ഷിച്ച് പ്രകൃതിയിൽ വിലയം കൊള്ളുന്ന ചന്ദ്രഗുപ്ത രാജാവിൻ്റെ ജീവിതാന്ത്യം ഹൃദയഭേദകമാണ്. എല്ലാം നേടിയെടുത്തു അദ്ദേഹം, അല്ലേ? ആ നേടിയെടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിത അന്ത്യം ജീവിത അവസാനം എങ്ങനെയുള്ളതാണെന്ന് നോക്കിക്കേ. ആഹാരവും ജലപാനവും ഉപേക്ഷിച്ച് പ്രകൃതിയിൽ വിലയം കൊള്ളുന്ന ചന്ദ്രഗുപ്ത രാജാവിൻ്റെ ജീവിതാന്ത്യം ഹൃദയഭേദകമാണ്. ഭാരതത്തിൽ ജനിച്ച ഒരാൾക്ക് ഇപ്രകാരത്തിലുള്ള മാനസികാവസ്ഥയെ പ്രാപിക്കാൻ കഴിയൂ. ഭാരതത്തിൽ ജനിച്ച ഒരുപാട് പേർക്കൊന്നും ഈ ഒരു അവസ്ഥയിലൂടെ പ്രാപിക്കാൻ വേണ്ടി കഴിയില്ല. ഒരാൾക്ക് മാത്രമേ ഈ ഒരു മാനസികാവസ്ഥയെ പ്രാപിക്കാൻ കഴിയൂ. ബുദ്ധ ജൈന മതദർശനങ്ങളുടെ സ്വാധീനം അത്ര വലുതായിരുന്നു അക്കാലത്ത്. അപ്പോഴെന്താണ് ബുദ്ധ ജൈന മതങ്ങളുടെ സ്വാധീനവും അക്കാലത്ത് നമ്മുടെ ഭാരതത്തിൽ വളരെ ഏറെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ പഠിക്കുന്ന ഈ മഹായാനം എന്ന് പറയുന്ന പാഠഭാഗം നോക്കിക്കാൻ നിങ്ങൾ പ്രശസ്ത നോവലിസ്റ്റ് ജോസ് ആൻ്റണിയുടെ ക്ഷത്രിയം എന്ന നോവലിലെ അവസാന അധ്യായമാണ് നമുക്ക് ഈ മഹായാനം എന്നുള്ള പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഏതാണെന്ന് ശ്രദ്ധിച്ചേ. പ്രശസ്ത നോവലിസ്റ്റ് ആരാണ്? ജോസ് ആൻ്റണിയുടെ എന്താണ് ആ നോവലിൻ്റെ പേര് പറഞ്ഞേ? ക്ഷത്രിയം. ജോസ് ആൻ്റണിയുടെ പ്രശസ്ത നോവലായിട്ടുള്ള ഏതാണ്? ക്ഷത്രിയം എന്ന നോവലിലെ അവസാന അധ്യായമാണ് പാഠഭാഗമായി ചേർത്തിട്ടുള്ളത്. നമുക്ക് പഠിക്കാനുള്ളതാണ്. മൗര്യ സാമ്രാജ്യ ചരിത്രത്തെ കാൽപ്പനികമായും വസ്തുനിഷ്ഠമായും സമീപിക്കുന്നു ഈ നോവലിൽ. ഞാൻ പറഞ്ഞില്ല, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അസാധാരണമായിട്ടുള്ളൊരു നോവലാണിത്. ഈ നോവൽ എങ്ങനെയാണെന്ന് നോക്കിക്കേ. ഇതെങ്ങനെയാണ്? ആ മൗര്യ സാമ്രാജ്യത്തിൻ്റെ കാൽപ്പനികതയും വസ്തുനിഷ്ഠമായും സമീപിക്കുന്നു ഈ അസാധാരണമായ നോവലിൽ. ഓക്കെ മക്കളെ, നമുക്കിനി പാഠഭാഗത്തിലോട്ട് പോകാം. നോക്കിയേ, അർത്ഥശാസ്ത്രകർത്താവായ ചാണക്യൻ്റെ പിന്തുണയോടെ വിദർഭ മുതൽ മഗധ വരെ വ്യാപിച്ചു കിടക്കുന്ന മഹാസാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായി മാറിയ ചന്ദ്രഗുപ്ത മൗര്യൻ വെട്ടിപ്പിടിക്കലിൻ്റെ അർത്ഥശൂന്യത തിരിച്ചറിയുന്നു. പുല്ലിനും പുഴുവിനും ഉള്ളതിനേക്കാൾ ഒരു അവകാശവും മനുഷ്യനും ഭൂമിയിലില്ലെന്ന് പറയുന്ന മഹാത്യാഗത്തിൻ്റെ ഭാവസുന്ദരമായ ആവിഷ്കാരമാണ് ഈ പാഠഭാഗം. നോക്കിയേ, എന്താണെന്ന് നോക്കിക്കേ. ആ ചാണക്യൻ ആരാണെന്ന് പറഞ്ഞ് അർത്ഥശാസ്ത്ര കർത്താവായിട്ടുള്ള ചാണക്യനാണ്. അദ്ദേഹത്തിൻ്റെ പിന്തുണയോടുകൂടി, അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ്, അദ്ദേഹത്തിൻ്റെ പിന്തുണയോട് കൂടെ വിദർഭ മുതൽ, വിദർഭ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു രാജ്യമാണ്, വിദർഭ മുതൽ മഗധ വരെ വ്യാപിച്ചു കിടക്കുന്ന മഹാസാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായി മാറിയ ചന്ദ്രഗുപ്ത മൗര്യൻ അദ്ദേഹം ആരുടെ സപ്പോർട്ടോടു കൂടിയാണ്, ആരുടെ പിന്തുണയോടുകൂടിയാണ് അങ്ങനെ ആയിത്തീർന്നത്? ചാണക്യൻ്റെ പിന്തുണയാണ്. ചാണക്യൻ ആരാണ്? അർത്ഥശാസ്ത്ര കർത്താവാണ് ചാണക്യൻ. അദ്ദേഹത്തിൻ്റെ പിന്തുണയോടുകൂടി വിദർഭ മുതൽ മഗധ വരെ വ്യാപിച്ചു കിടക്കുന്ന മഹാസാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായി മാറിയ ചന്ദ്രഗുപ്ത മൗര്യൻ വെട്ടിപ്പിടിക്കലിൻ്റെയും അർത്ഥശൂന്യത തിരിച്ചറിയുക. വെട്ടിപ്പിടിച്ചതിൻ്റെ എല്ലാം അർത്ഥശൂന്യത, അതിനകത്തുള്ളൊരു അർത്ഥമില്ലായ്മ തിരിച്ചറിയുകയാണ്. പുല്ലിനും പുഴുവിനും ഉള്ളതിനേക്കാൾ ഒരവകാശവും മനുഷ്യനും ഭൂമിയിലില്ലെന്ന് പറയുന്ന മഹാത്യാഗത്തിൻ്റെ ഭാവസുന്ദരമായ ആവിഷ്കാരമാണ് ഈ പാഠഭാഗം. എന്തില്ലെന്നാണ് പറയുന്നത്? നമ്മളുടെ ഭൂമി നമ്മുടെ ബഷീർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭൂമി എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ്. ഇപ്പം നമ്മളാണെങ്കിലും ഇവിടെ നിന്നുള്ള പക്ഷി മൃഗാദികളാണെങ്കിലും എല്ലാവർക്കും ഈ ഭൂമിയിൽ അവകാശമുണ്ട്. എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ്. അതിനകത്ത് ആ പുല്ലിനും പുഴുവിനും ഉള്ളതിനേക്കാൾ ഒരവകാശവും മനുഷ്യന് ഭൂമിയിൽ ഇല്ലെന്ന് പറയുന്ന മഹാത്യാഗത്തിൻ്റെ ഭാവസുന്ദരമായ ആവിഷ്കാരമാണ് ഈ പാഠഭാഗം. ഈ പുല്ലിനും പുഴുവിനും ഉള്ളതിനേക്കാൾ ഒരവകാശവും മനുഷ്യന് ഭൂമിയിൽ ഇല്ലെന്ന് പറയുന്ന മഹാത്യാഗത്തിൻ്റെ ഭാവസുന്ദരമായ ആവിഷ്കാരമാണ് ഈ പാഠഭാഗം.
പ്രിയതരങ്ങളാം നീലമലകളെ കുയിലുകൾ സദാ പോകും വരങ്ങളെ അമിത സൗരഭധാരയിൽ മുങ്ങിടും സുമിത സുന്ദര കുഞ്ചാന്തരങ്ങളെ ക്ഷിതിയിൽ വിറ്റേച്ചു പോകുന്നു നിങ്ങളെ എന്നാണ് നമ്മൾ ചങ്ങമ്പുഴയുടെ പ്രശസ്തമായിട്ടുള്ള രമണനിലെ ഒരു ഭാഗമാണ്. രമണിലാണ് അദ്ദേഹത്തിൻ്റെ രമണൻ എന്ന് പറഞ്ഞ പ്രശസ്തമായിട്ടുള്ള ഒരു കവിതയിലെ വരികളാണ് പറയുന്നത്. പ്രിയതരങ്ങളാം നീലമലകളെ കുയിലുകൾ സദാ പോകും വനങ്ങളെ അമിത സൗരഭധാരയിൽ മുങ്ങിടും സുമിത സുന്ദര കുഞ്ചാന്തരങ്ങളെ ക്ഷിതിയിൽ വിട്ടേച്ചു പോകുന്നു നിങ്ങളെ. അപ്പോഴെന്താണ് നമ്മൾ ഭൂമിയിൽ നിന്നും പോകുന്ന സമയത്ത്, ഭൂമിയിൽ നിന്നും നമ്മൾ പോകുന്നത് എപ്പോഴാണോ? ഭൂമിയിൽ നിന്നും നമ്മൾ പോകുന്നത് നമ്മൾ മരിച്ചു കഴിയുമ്പോഴല്ലേ നമ്മൾ ഭൂമിയിൽ നിന്നും പോകുന്നത്. ആ സമയത്ത് എന്താണ് നമുക്കുള്ളതെല്ലാം നമ്മൾ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. അല്ല നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകുമോ? ഇല്ലല്ലോ. നമ്മൾ പോകുമ്പോഴൊന്നും കൊണ്ടുപോകത്തില്ലല്ലോ, എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒന്നുമില്ലാതെയാണ് ഭൂമിയിലേക്ക് വരുന്നത്, അല്ലേ? വെറും കൈയോടല്ലേ വരുന്നത്. എന്താണ് നമുക്ക് ഒരു തുണ്ട് വസ്ത്രം പോലും നമ്മുടെ ദേഹത്തില്ലാതാണ് നമ്മൾ ഭൂമിയിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴുള്ള അവസ്ഥയോ, നമ്മൾ ഇവിടെ വന്നിട്ട് എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുത്താലും എന്തെല്ലാം സാമ്രാജ്യങ്ങൾ നമ്മൾ വെട്ടിപ്പിടിച്ചു കഴിഞ്ഞാലും നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകുമോ? ഇല്ല. അതെല്ലാം നമ്മളിവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. എന്തൊക്കെ നമുക്കുണ്ടെന്ന് പറഞ്ഞാലും ഒന്നും. പിന്നെന്താണ് മരിച്ചതിന് ശേഷം എന്താണ്? അവൻ നല്ല ഒരാളായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു എന്നുള്ള മറ്റുള്ളവരുടെ ഒരു പറച്ചിലുകൾ മാത്രം ബാക്കിയാകും, അല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആരുടെ കാര്യമാണ് കുഞ്ഞുങ്ങളെ പഠിക്കുന്നത്? ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കാര്യമാണ്. ആ കഥയാണ് നമ്മൾ പഠിക്കുന്നത്. ശ്രദ്ധിച്ചേ, ദക്ഷിണ ദിക്കിലേക്കാണ് യാത്ര. ജൈന സന്യാസിമാരോടൊപ്പം നഗ്നത മാത്രം മറയ്ക്കുന്ന വെള്ള വസ്ത്രമണിഞ്ഞ് അവരിൽ ഒരുവനായി ഗ്രാമപാതകളിലൂടെയുള്ള യാത്ര. ദേശങ്ങൾ കടന്നു പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ജൈന സന്യാസികളുടെ ആശ്രമങ്ങളിലോ സത്രങ്ങളിലോ വിശ്രമം. വീണ്ടും യാത്ര. എല്ലാം ത്യജിച്ചുള്ള യാത്രയാണെങ്കിലും മനസ്സ് കോളുകൊണ്ട സമുദ്രം പോലെ ഇളകി മറിയുകയാണ്. എന്താണ് നോക്കിയേ, അപ്പം എങ്ങോട്ടാണ് യാത്ര പോകുന്നത്? ദക്ഷിണ ദിക്കിലേക്കാണ് യാത്ര പോകുന്നത്. എന്താണ് ആ ഒരു ദക്ഷിണ ദിക്കിൽ എന്താണ്? ജൈന സന്യാസിമാരോടൊപ്പമാണ് നടക്കുന്നത്. തന്നെത്താനല്ല പോകുന്നത്. ആരുടെ കൂടാണ് പോകുന്നത്? ജൈന സന്യാസിമാരോടാണ് പോകുന്നത്. എങ്ങനെയാണ് വേഷവിധാനം? എങ്ങനെയാണെന്ന് നോക്കിക്കേ. നഗ്നത മാത്രം മറയ്ക്കുന്ന വെള്ള വസ്ത്രം അണിഞ്ഞിട്ടാണ് പോകുന്നത്. നഗ്നത മാത്രം മറയ്ക്കുന്ന ആ ഒരു വെള്ള വസ്ത്രം അണിഞ്ഞാണ് യാത്രയാകുന്നത്. അവരിലെ എന്താണ് അവരുടെ കൂട്ടത്തിൽ ജൈന സന്യാസിമാരോടൊപ്പം അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് ആ ഗ്രാമപാതകളിലൂടെയാണ് യാത്ര. ഗ്രാമങ്ങളിലൂടെയാണ് നടക്കുന്നത്. പിന്നെന്താണ് നടന്ന് എന്താണോ ദേശങ്ങൾ കടന്നു പോവുകയാണ്. ദേശങ്ങളെല്ലാം കടന്നു പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ജൈന സന്യാസികളുടെ ആശ്രമങ്ങളിലോ സത്രങ്ങളിലോ വിശ്രമം. ഇടയ്ക്കിടയ്ക്ക് എവിടെയാണ് ഒന്ന് റെസ്റ്റ് എടുക്കണമെങ്കിലോ ഒന്ന് വിശ്രമിക്കണമെങ്കിൽ എവിടെയാണ്? ആ ജൈന സന്യാസികളുടെ ആശ്രമത്തിലോ സത്രങ്ങളിലോ ആണ് വിശ്രമം. വീണ്ടും യാത്ര. കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം വീണ്ടും അവിടെ നിന്ന് വീണ്ടും യാത്ര തിരിക്കുകയാണ്. എല്ലാം തിരിച്ചുള്ള യാത്രയാണെങ്കിലും മനസ്സ് കോളുകൊണ്ട സമുദ്രം പോലെ ഇളകി മറിയുകയാണ്. അപ്പോഴെന്താണ്? എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. എല്ലാം ഉപേക്ഷിക്കുകയാണ്. എല്ലാം ഉപേക്ഷിച്ചിട്ട് യാത്ര ചെയ്യുവാണെങ്കിലും എന്താണ്? മനസ്സ് എന്തുപോലെയാണ്? മനസ്സ് കോളുകൊണ്ട് സമുദ്രം പോലെ ഇളകി മറിയുകയാണ്. മനസ്സ് വല്ലാത്ത ഒരു കോള് കൊണ്ടിരിക്കുന്ന സമുദ്രത്തിനെ പോലെ ഇളകി മറിയുകയാണ്. നോക്കിക്കേ, എന്തെല്ലാം ഓർമ്മകൾ. അന്തപുര സ്ത്രീകളുടെ വിലാപ ശബ്ദങ്ങൾ കാതിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നില്ല. രാത്രി ഉറക്കമേയില്ല. കണ്ണടച്ച രാജ്ഞി ശരണ്യയുടെയും വിജയവതിയുടെയും കണ്ണുനീരൊഴുകുന്ന മുഖങ്ങൾ തെളിഞ്ഞു കാണുകയായി. രാജ്യത്തെ പറ്റിയുള്ള ഓർമ്മകളാൻ മനസ്സ് നിറയെ. ജീവിതത്തിൽ പ്രധാന കാര്യങ്ങളൊക്കെ ആചാര്യൻ്റെ അറിവോടെയാണ് ചെയ്തത്. സ്ഥാനത്യാഗം ചെയ്യാൻ ഒരുപ്പെട്ടപ്പോൾ ആചാര്യനെ കാണാൻ പോയില്ല, ഉപദേശം തേടിയില്ല. ജീവിതത്തിൽ ഒരു തീരുമാനമെങ്കിലും സ്വന്തമാകട്ടെ എന്ന് കരുതി. അപ്പോഴെന്താണ്
എല്ലാം ഉപേക്ഷിച്ചിട്ട് നടന്നു പോവുകയാണ്. എല്ലാം ഉപേക്ഷിച്ച് പോകുന്നത് മരണത്തിലേക്കല്ല പോകുന്നത്. ശ്രദ്ധിച്ചാൽ നിങ്ങൾ. അപ്പോഴെന്താണ് ജൈന സന്യാസിമാരുടെ അവരുടെ കൂടെ എന്താണ് നടന്നു പോവുകയാണ്. എന്താണ് അവരുടെ നഗ്നത മറയ്ക്കാൻ വേണ്ടി മാത്രമുള്ള വെള്ള വസ്ത്രവും ധരിച്ച്, വേറെ ഒന്നുമില്ല, പക്ഷെ കാലിൽ ചെരുപ്പ് പോലും കാണത്തില്ലായിരിക്കാം, അങ്ങനെ നടക്കുകയാണ്. എന്താണ് അപ്പോഴാ നടക്കുന്ന സമയത്തും ഒന്ന് വിശ്രമിക്കുന്ന സമയത്തും എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സെന്താണ്, എന്തെല്ലാം ഓർമ്മകളാണ് മനസ്സിൽ. അന്തപുര സ്ത്രീകളുടെ വിലാപ ശബ്ദങ്ങൾ കാതിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നില്ല. തൻ്റെ അന്തപുരത്തിലുള്ള ആ ഒരു സ്ത്രീകളുടെ വിലാപ ശബ്ദം, അവരുടെ കരച്ചിലിൻ്റെ ആ ഒരു ശബ്ദം എന്താണ് അദ്ദേഹത്തിൻ്റെ കാതിൽ നിന്നും ഒരിക്കലും ഒഴിഞ്ഞു പോകുന്നില്ല. രാത്രി ഉറക്കമേ ഇല്ല. രാത്രിയിൽ എന്താണ് ഒന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, ഉറക്കമേ ഇല്ല. കണ്ണൊന്നടച്ചാൽ രാജ്ഞി ശരണ്യയുടെയും വിജയവതിയുടെയും കണ്ണുനീരൊഴിക്കുന്ന മുഖങ്ങൾ തെളിഞ്ഞു കാണുകയായി. എന്താണ് രാത്രിയിലൊന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ, എപ്പോഴെങ്കിലും ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഒന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ എന്താണ് തൻ്റെ ഭാര്യമാരുടെ കണ്ണടച്ച രാജ്ഞി ശരണ്യയുടെയും വിജയവതിയുടെയും കണ്ണീരൊഴിക്കുന്ന മുഖങ്ങൾ തെളിഞ്ഞു കാണുകയായി. അവരുടെ കണ്ണീരൊഴുകുന്ന മുഖങ്ങളങ്ങ് തെളിഞ്ഞു കാണുകയാണ്. രാജ്യത്തെ പറ്റിയുള്ള ഓർമ്മകളാണ് മനസ്സു നിറയെ. രാജ്യത്തെ പറ്റിയുള്ള ഓർമ്മകൾ, എപ്പോഴും തന്നെ രാജ്യത്തെ പറ്റിയുള്ള ഓർമ്മകളാണ് മനസ്സ് നിറയെ. ജീവിതത്തിൽ പ്രധാന കാര്യങ്ങളൊക്കെ ആചാര്യൻ്റെ അറിവോടെയാണ് ചെയ്തത്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എന്താണ് ആചാര്യൻ്റെ അറിവോടു കൂടിയാണ് ചെയ്തത്. സ്ഥാനത്യാഗം ചെയ്യാൻ ഒരുപ്പെട്ടപ്പോൾ ആചാര്യനെ കാണാൻ പോയില്ല. എന്താണ് ആ ഒരു സ്ഥാനത്തിനെ ഞാൻ ത്യജിക്കുകയാണ്, എൻ്റെ സ്ഥാനത്തിനെ ഞാൻ ത്യജിക്കുകയാണ്. ആ ഒരു സ്ഥാനം ത്യാഗം ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ എന്താണ് ചെയ്യാൻ വേണ്ടി ഒരുപ്പെട്ടപ്പോൾ, മുതിർന്നപ്പോൾ, ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അതാണ് ഒരുപ്പെടുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കേട്ടോ. ചെയ്യാൻ ഒരുപ്പെട്ടപ്പോൾ ആചാര്യനെ കാണാൻ പോയില്ല. അന്നേരം എന്താണ് ആചാര്യൻ്റെ അനുവാദം വാങ്ങിക്കാനും അദ്ദേഹത്തിൻ്റെ ഉപദേശം നേടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തില്ല? പോയില്ലയോ? പോയില്ല. ഉപദേശം തേടിയില്ല. എന്ത് വേണം എന്നുള്ള ഉപദേശം എന്താണ് താൻ തേടിയില്ല. ജീവിതത്തിൽ ഒരു തീരുമാനമെങ്കിലും സ്വന്തമാകട്ടെ എന്ന് കരുതി. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം, അതെങ്കിലും ഒരു തീരുമാനമെങ്കിലും സ്വന്തമാകട്ടെ എന്ന് കരുതി. മനസ്സിലായോ കുഞ്ഞുങ്ങളെ? ആ ഒരു പാരഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ചേ. ദക്ഷിണ ദിക്കിലേക്കാണ് യാത്ര. ജൈന സന്യാസിമാരോടൊപ്പം നഗ്നത മാത്രം മറയ്ക്കുന്ന വെള്ള വസ്ത്രമണിഞ്ഞ് അവരിൽ ഒരുവനായി ഗ്രാമപാതകളിലൂടെ യാത്ര. ദേശങ്ങൾ കടന്നു പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ജൈന സന്യാസികളുടെ ആശ്രമങ്ങളിലോ സത്രങ്ങളിലോ വിശ്രമം. വീണ്ടും യാത്ര. എല്ലാം ത്യജിച്ചുള്ള യാത്രയാണെങ്കിലും മനസ്സ് കോളുകൊണ്ട സമുദ്രം പോലെ ഇളകി മറിയുകയാണ്. എന്തെല്ലാം ഓർമ്മകൾ! അന്തപുര സ്ത്രീകളുടെ വിലാപ ശബ്ദങ്ങൾ കാതിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നില്ല. രാത്രി ഉറക്കമേയില്ല. കണ്ണൊന്നടച്ചാൽ രാജ്ഞി ശരണ്യയുടെയും വിജയവതിയുടെയും കണ്ണീരൊലിക്കുന്ന മുഖങ്ങൾ തെളിയുകയായി. രാജ്യത്തെ പറ്റിയുള്ള ഓർമ്മകളാണ് മനസ്സു നിറയെ. ജീവിതത്തിൽ പ്രധാന കാര്യങ്ങളൊക്കെ ആചാര്യൻ്റെ അറിവോടെയാണ് ചെയ്തത്. സ്ഥാനത്യാഗം ചെയ്യാൻ ഒരുപ്പെട്ടപ്പോൾ ആചാര്യനെ കാണാൻ പോയില്ല, ഉപദേശം തേടിയില്ല. ജീവിതത്തിൽ ഒരു തീരുമാനമെങ്കിലും സ്വന്തമാകട്ടെ എന്ന് കരുതി. ജീവിതത്തിൽ ഒരു തീരുമാനമെങ്കിലും ഞാൻ സ്വന്തമായിട്ട് എടുക്കട്ടെ എന്ന് കരുതി. എത്രയോ ദിവസങ്ങളായി പ്രയാണം തുടങ്ങിയിട്ട് പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ച ദേശങ്ങൾ കാണണം. എന്താണ് എത്രയോ ദിവസങ്ങളായിട്ടാണ് ഈ ഒരു പ്രയാണം തുടങ്ങിയത്. എന്താണ് ആ ഒരു പ്രയാണം എന്ന് വെച്ചാൽ എന്താണ് വാക്കിൻ്റെ അർത്ഥം? യാത്ര. പ്രയാണം ചെയ്യുക, യാത്ര ചെയ്യുകയാണ്. അപ്പോൾ എത്രയോ ദിവസങ്ങളായി ഈ ഒരു പ്രയാണം തുടങ്ങിയിട്ട് പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ച ദേശങ്ങൾ കാണണം. ചക്രവർത്തി ആയിരുന്നപ്പോൾ ആഗ്രഹിച്ചതാണ്, പക്ഷേ ചക്രവർത്തിക്ക് അവിടേക്ക് പോകുവാൻ കഴിഞ്ഞില്ല. ചക്രവർത്തിക്ക് രോഗം വരാതെ നോക്കേണ്ടത് മന്ത്രിമാരുടെ കടമയാണ്, സാമ്രാജ്യത്തിൻ്റെ ആവശ്യമാണ്. സന്യാസിമാർക്ക് മന്ത്രിമാരില്ല. രോഗത്തെയോ മരണത്തെയോ ഭയമില്ല. സർവതന്ത്ര സ്വതന്ത്ര. ലൗകിക ജീവിതം വെടിഞ്ഞവർ. ജ്ഞാനത്തിൻ്റെ അഭാവമാണ് ദുഃഖങ്ങൾക്കടിസ്ഥാനമെന്ന് ഉപദേശിക്കുന്നവർ. ഇന്നലെ വരെ ചിന്തിപ്പിച്ചിരുന്നത് വിരുദ്ധമായിട്ടാണ് ഇന്നത്തെ ചിന്തകൾ.
ചക്രവർത്തി പദത്തിനു വേണ്ടി പടയോട്ടം നടത്തിയ പാതകളിലൂടെയാണ് ഇപ്പോൾ നഗ്നപാതരായി നടന്നു പോകുന്നത്. എല്ലാം വെട്ടി പിടിക്കുന്നത്, എല്ലാം കീഴടക്കി സ്വന്തമാക്കുന്നതാണ് പരമപ്രധാനമെന്ന് കരുതിയിരുന്ന നാളുകൾ. ചക്രവർത്തിയായാൽ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുമെന്നും ഭൂമി സ്വർഗമാക്കാമെന്നും വിചാരിച്ചു പോയി. അപ്പോഴെന്താണ് അദ്ദേഹത്തിൻ്റെ ചിന്തകളാണ്. ആരുടെ ചിന്തകളാണോ? നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ചിന്തകളെ പറ്റിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴെന്താണ്, എത്രയോ ദിവസമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ദിവസങ്ങളായിട്ട് പ്രയാണം തുടങ്ങിയിട്ട് എത്രയോ ദിവസങ്ങളായിട്ടാണ് അദ്ദേഹം യാത്ര ആരംഭിച്ചു കഴിഞ്ഞത്. നോക്കുമ്പോൾ എത്രയോ ദിവസങ്ങളായിട്ടാണ് പ്രയാണം തുടങ്ങിയിട്ട്. പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ച ദേശങ്ങൾ കാണണം. അപ്പോഴെന്താണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം? പകർച്ചവ്യാധികൾ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, എന്താണ് പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന ഒരവസ്ഥ, ആ ഒരു ദേശങ്ങൾ കാണണം. പകർച്ചവ്യാധി വ്യാപിച്ചിരിക്കുന്ന ആ ഒരു ദേശങ്ങൾ കാണണം. ചക്രവർത്തിയായിരുന്നപ്പോൾ ആഗ്രഹിച്ചതാണ്, താൻ ചക്രവർത്തിയായിരുന്ന സമയത്ത് ആഗ്രഹിച്ച കാര്യമാണ്. പക്ഷേ ചക്രവർത്തിക്ക് അവിടേക്ക് പോകുവാൻ കഴിഞ്ഞില്ല. പക്ഷെ ചക്രവർത്തിക്ക് എന്താണ്, അവിടേക്ക് പോകുവാൻ വേണ്ടി കഴിഞ്ഞില്ല. ചക്രവർത്തിക്ക് രോഗം വരാതെ നോക്കേണ്ടത് മന്ത്രിമാരുടെ കടമയാണ്. അപ്പോഴെന്താണ്, ചക്രവർത്തിക്ക് അസുഖം വരാതെ നോക്കേണ്ടത് ആരുടെ കടമയാണ്? മന്ത്രിമാരുടെ കടമയാണ്, അല്ലേ? സാമ്രാജ്യത്തിൻ്റെ ആവശ്യമാണ്. ഒരു രാജാവിന് അസുഖം വരാതിരിക്കാൻ, പക്ഷെ ആ ഒരു സാമ്രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ആവശ്യമാണ്. സന്യാസിമാർക്ക് മന്ത്രിമാരല്ല, കണ്ടോ? സന്യാസിമാർക്ക് എന്താണ്, സന്യാസിമാരാണെങ്കിൽ എന്താണ്, അവർക്ക് മന്ത്രിമാരൊന്നുമില്ല. രോഗത്തെയോ മരണത്തെയോ ഭയവുമില്ല. അവർക്ക് രോഗത്തിനെയും മരണത്തിനെയും ഒന്നും സന്യാസിമാർക്ക് ഒട്ടും ഭയമില്ലല്ലോ, അവർക്ക് ഭയവുമില്ല. സർവതന്ത്ര സ്വതന്ത്രരാണ് സന്യാസിമാർ എന്ന് വെച്ചാൽ എന്താണ്, അവർക്ക് എങ്ങും വിലക്കുകളില്ലല്ലോ, അവർ സ്വതന്ത്രരാണ്. സർവതന്ത്ര സ്വതന്ത്രരാണ് അവർ എല്ലാവരും. ലൗകിക ജീവിതം വെടിഞ്ഞവർ, അവർക്ക് എന്താണ്, കുടുംബജീവിതവും എന്താണ് അങ്ങനെയുള്ള ഒരു ലൗകിക ജീവിതമൊന്നും അവർക്കില്ല. അവരതെല്ലാം ഉപേക്ഷിച്ചവരാണ്. ഇപ്പം നമുക്ക് ലൗകിക ജീവിതമൊക്കെ ഉള്ളതുകൊണ്ടല്ലേ വീട്ടിലൊന്ന് താമസം ചെല്ലുമ്പോഴത്തേനും ചോദ്യം വരുന്ന, അച്ഛൻ ചോദിക്കും, ചേട്ടൻ ചോദിക്കും, ചേച്ചി ചോദിക്കും, അമ്മ ചോദിക്കും, എല്ലാവരും ചോദിക്കത്തില്ലേ, എന്താ താമസം, നീ ഇത്ര നേരം അവിടെ പോയി, അല്ലേ? ചോദ്യങ്ങളോട് ചോദ്യങ്ങളായിരിക്കും. നേരത്തെ അറിയില്ലെങ്കിൽ എന്താ നേരത്തെ പോകുന്നത്, എന്താണെന്ന് വേറെ ആരെയൊക്കെ കാണാൻ പോവാണ്, എന്തൊക്കെയാണ് കാര്യം ആവശ്യം എന്നൊക്കെ നമ്മളോട് ഇങ്ങനെ ചോദ്യങ്ങൾ വരത്തില്ലേ? നിങ്ങളിപ്പോൾ ലേറ്റായി കഴിഞ്ഞപ്പോൾ കളിക്കാൻ പോയി വീട്ടിൽ തിരിച്ചു വരാൻ താമസിച്ചു കഴിഞ്ഞാലും ചോദ്യങ്ങളല്ലേ? അമ്മയുടെ വക ചോദ്യം, അച്ഛൻ്റെ വക ചോദ്യം, ചുരുക്കത്തിൽ സമാധാനമില്ലാത്ത ചോദ്യങ്ങളാണ് 4 വഴിക്കുന്നു, ഇല്ലയോ? അപ്പം സന്യാസിമാർക്കാണെങ്കിലോ അവർക്ക് ലൗകിക ജീവിതമൊന്നുമില്ല. അതുകൊണ്ട് അവരെ ആരും ചോദ്യം ചെയ്യാനില്ല, അവർക്കാരെയും പേടിക്കേണ്ട കാര്യമില്ല. നോക്കിയേ, ജ്ഞാനത്തിൻ്റെ അഭാവമാണ് ദുഃഖങ്ങൾക്ക് അടിസ്ഥാനമെന്ന് ഉപദേശിക്കുന്നവർ. എന്താണ്? ജ്ഞാനത്തിൻ്റെ അഭാവമാണ് ദുഃഖങ്ങൾക്ക് അടിസ്ഥാനമെന്ന് ഉപദേശിക്കുന്ന ആളുകളാണ് അവർ. എന്താണ്? ആ ഒരു അറിവില്ലാത്ത, ഒരു ജ്ഞാനത്തിൻ്റെ അഭാവമാണ്, ആ അറിവില്ലായ്മയാണ് ദുഃഖത്തിൻ്റെ കാരണമെന്നാണ് അവർ പറയുന്നത്. നമ്മുടെ സന്യാസിമാർ പറയുന്നത് എന്താണ്? ആ ഒരു ദുഃഖത്തിൻ്റെ കാരണം എന്താണ്? അറിവില്ലായ്മയാണ്. ഉണ്ടോ? ദുഃഖങ്ങൾക്ക് അടിസ്ഥാനമെന്ന് ഉപദേശിക്കുന്നവർ. ഇന്നലെ വരെ ചിന്തിച്ചിരുന്നതിന് വിരുദ്ധമായിട്ടാണ് ഇന്നത്തെ ചിന്തകൾ. ഇന്നലെ വരെ എന്താണ്? ഇന്നലെ വരെ നമ്മൾ ചിന്തിച്ചിരുന്നതിൻ്റെ എന്താണ്? വിരുദ്ധമായിട്ട്, നേരെ ഓപ്പോസിറ്റാണ്. ഇന്നലെ വരെ ചിന്തിച്ചിരുന്നതിന് നേരെ വ്യത്യസ്തമായിട്ടാണ് ഇന്നത്തെ ചിന്തകൾ. ചക്രവർത്തി പദത്തിനു വേണ്ടി പടയോട്ടം നടത്തിയ പാതകളിലൂടെയാണ് ഇപ്പോൾ നഗ്നപാതനായി നടന്നു പോകുന്നത്. എന്താണ്? ചക്രവർത്തി പദത്തിനു വേണ്ടി മഹാരാജാവും ചക്രവർത്തിയും തമ്മിലുള്ള വ്യത്യാസം അറിയാലോ. ഒരു രാജ്യം ഭരിക്കുന്നത് രാജാവ്, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഭരിക്കുന്ന ആളാണ് ചക്രവർത്തി, കേട്ടോ. അപ്പോൾ നോക്കി അദ്ദേഹം എന്ത് ചെയ്യുന്നു? ആ ചക്രവർത്തി പദത്തിനു വേണ്ടി പടയോട്ടം നടത്തിയ പാതകളിലൂടെയാണ് ഇപ്പോൾ നഗ്നപാതനായി നടന്നു പോകുന്നത്. ആ ചക്രവർത്തി പദത്തിനു വേണ്ടി പടയോട്ടം, യുദ്ധം നടത്തിക്കൊണ്ടിരുന്ന പാതകളിലൂടെയാണ് ഇപ്പോൾ ചെരുപ്പ് പോലും ഇല്ലാതെ നടന്നു പോകുന്നത്. എല്ലാം വെട്ടിപ്പിടിക്കുന്നതാണ്. എല്ലാം എന്താണ്? വെട്ടിപ്പിടിക്കുന്നതാണ്. എല്ലാം കീഴടക്കി സ്വന്തമാക്കുന്നതാണ് പരമപ്രധാനമെന്ന് കരുതിയിരുന്ന നാളുകളാണ്. എല്ലാം എന്താണ്? കീഴടക്കിയിട്ട് സ്വന്തമാക്കുന്നതാണ് പരമപ്രധാനമെന്ന് കരുതിയിരുന്ന നാളുകളാണ്. ചക്രവർത്തിയായാൽ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുമെന്നും ഭൂമി സ്വർഗമാക്കാമെന്നും വിചാരിച്ചു പോയി. ഇപ്പോഴെന്താണ്? ആ ചക്രവർത്തി എന്ന് ഇപ്പം എല്ലാം നേടി, എല്ലാം കീഴടക്കി നേടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നേടിക്കഴിഞ്ഞാൽ എന്താണ്? എല്ലാം
സ്വന്തമാക്കുന്നതാണ് പരമപ്രാധാന്യം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്താണ്? എനിക്കെല്ലാം സ്വന്തമാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്നത്. ചക്രവർത്തിയായാൽ എന്ത് ചെയ്യും? ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുമെന്നും. അപ്പോൾ ചക്രവർത്തി ആയി കഴിഞ്ഞാൽ എന്താണ്? ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിക്കുമെന്നും. പിന്നെന്താണ്? അങ്ങനെ ചക്രവർത്തി ആയിക്കഴിഞ്ഞാൽ ഞാൻ ഈ കാണുന്ന ഭൂമി അങ്ങ് സ്വർഗമാക്കാമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിചാരം. കണ്ടോ? ചക്രവർത്തി ആയാൽ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുമെന്നും ഭൂമി സ്വർഗമാക്കാമെന്നും വിചാരിച്ചു പോയി. ഒന്നുകൂടെ ശ്രദ്ധിച്ച മക്കളെ, എത്രയോ ദിവസങ്ങളായി പ്രയാണം തുടങ്ങിയിട്ട് പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ച ദേശങ്ങൾ കാണണം. ചക്രവർത്തി ആയിരുന്നപ്പോൾ ആഗ്രഹിച്ചതാണ്. പക്ഷേ ചക്രവർത്തിക്ക് അവിടേക്ക് പോകുവാൻ കഴിഞ്ഞില്ല. ചക്രവർത്തിക്ക് രോഗം വരാതെ നോക്കേണ്ടത് മന്ത്രിമാരുടെ കടമയാണ്. സാമ്രാജ്യത്തിൻ്റെ ആവശ്യമാണ്. സന്യാസിമാർക്ക് മന്ത്രിമാരില്ല. രോഗത്തെയോ മരണത്തെയോ ഭയമില്ല. സർവതന്ത്ര സ്വതന്ത്ര. ലൗകിക ജീവിതം വെടിഞ്ഞവർ. ജ്ഞാനത്തിൻ്റെ അഭാവമാണ് ദുഃഖങ്ങൾക്ക് അടിസ്ഥാനമെന്ന് ഉപദേശിക്കുന്നവർ. ഇന്നലെ വരെ ചിന്തിച്ചിരുന്നതിന് വിരുദ്ധമായിട്ടാണ് ഇന്നത്തെ ചിന്തകൾ. ചക്രവർത്തി പദത്തിനു വേണ്ടി പടയോട്ടം നടത്തിയ പാതകളിലൂടെയാണ് ഇപ്പോൾ നഗ്നപാതനായി നടന്നു പോകുന്നത്. എല്ലാം വെട്ടിപ്പിടിക്കുന്നതാണ്, എല്ലാം കീഴടക്കി സ്വന്തമാക്കുന്നതാണ് പരമപ്രാധാന്യമെന്ന് കരുതിയിരുന്ന നാളുകൾ. ചക്രവർത്തിയായാൽ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കുമെന്നും ഭൂമി സ്വർഗമാക്കുമെന്നും വിചാരിച്ചു പോയി. എന്താണ്? ചക്രവർത്തി ആയിക്കഴിഞ്ഞാൽ എന്താണ്? താൻ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുമെന്നും തൻ്റെ ഭൂമിയെ സ്വർഗമാക്കാൻ പറ്റുമെന്നും അദ്ദേഹം വിചാരിച്ചു പോയി. ബാക്കി ശ്രദ്ധിച്ചേ. ഭൂമിയിലെ ഏറ്റവും വലിയ ഭരണാധികാരിയാകാമെന്ന് കൊതിച്ചു. അതിനുവേണ്ടി കഠിനമായി പ്രയത്നിച്ചു. രാജ്യം സമ്പൽ സമൃദ്ധമായി. അപ്പോഴേക്കും വരൾച്ചയുടെ തുടക്കം. വരൾച്ചയെ നേരിടാൻ എന്തൊക്കെ ചെയ്തു? ഒന്നും ഫലപ്രദമായില്ല. വർഷങ്ങൾ നീണ്ടുനിന്ന വരൾച്ചയിൽ നദികൾ വറ്റിപ്പോയി. കൃഷികൾ നശിച്ചു. കുടിവെള്ളമില്ലാതെ മൃഗങ്ങളും മനുഷ്യരും ചത്തൊടുങ്ങി. മഴയ്ക്ക് വേണ്ടി ചെയ്യാത്ത ഹോമങ്ങളില്ല. പുരോഹിതന്മാർ ഉപദേശിച്ചതൊക്കെ ചെയ്തു. പക്ഷേ മഴ പെയ്തില്ലെന്ന് മാത്രമല്ല, പകർച്ചവ്യാധിയും പടർന്നു പിടിച്ചു. മനുഷ്യന് നേരിടാനും കഴിയുന്നത് മനുഷ്യന് നേരിടാനും കഴിയുന്നതിന് പരിമിതികളുണ്ടെന്ന് മനസ്സിലായി. ചക്രവർത്തി എത്ര ശക്തനായാലും ഒരു ചാറ്റൽ മഴ പെയ്യിക്കാൻ പോലും അയാളെ കൊണ്ടാവുകയില്ലെന്ന് ബോധ്യപ്പെട്ടു. എന്താണ് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ സംഭവിച്ചതെന്നാണ് പറയുന്നത്. ഭൂമിയിലെ ഏറ്റവും നല്ല ഭരണാധികാരിയാകാമെന്ന് അദ്ദേഹം കൊതിച്ചതാണ്. അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ച് കൊതിച്ച കാര്യമാണ്. എന്താണ്? ഭൂമിയിലെ ഏറ്റവും നല്ല ഭരണാധികാരിയാകണമെന്ന് അദ്ദേഹം കൊതിച്ചു. അതിനുവേണ്ടി കഠിനമായിട്ട് പ്രയത്നിച്ചു. അപ്പോൾ ഏറ്റവും നല്ല ഭരണാധികാരിയാകണം. എന്താണ്? ഏറ്റവും ജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് കൊടുക്കണം. അവരുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന ആളായിരിക്കണം, അല്ലേ? അപ്പോഴെന്താണ്? അതിനുവേണ്ടി അദ്ദേഹം വളരെ കഠിനമായിട്ട് അദ്ദേഹം പ്രയത്നിച്ചു. രാജ്യം സമ്പൽ സമൃദ്ധമായി. അങ്ങനെ എന്താണ്? ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നൽകി കൊടുത്തു. അപ്പോഴെന്താണ്? രാജ്യം എന്തു ചെയ്തു? രാജ്യം സമ്പൽ സമൃദ്ധമായി. ആ സമയത്ത് എന്ത് സംഭവിച്ചു? അപ്പോഴേക്കും വരൾച്ചയുടെ തുടക്കം. വരൾച്ച ആരംഭിക്കുകയായി. വരൾച്ച നേരിടാൻ എന്തൊക്കെ ചെയ്തു? ആ വരൾച്ചയെ നേരിടാൻ വേണ്ടി എന്തെല്ലാം? വരൾച്ച എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? വെള്ളമില്ലാത്ത അവസ്ഥ, മഴയില്ലാത്ത അവസ്ഥയാണ് വരൾച്ച. നമ്മളുടെ വേനൽക്കാലം വരാൻ പോവുകയല്ലേ? അപ്പോഴാ വരൾച്ചയാണ്, വരൾച്ച സമയമാണ്. വേനൽക്കാലം എന്ന് പറയുന്നത് വരൾച്ചയാണ്, ആ വെള്ളമില്ലാത്ത അവസ്ഥയാണ്. അപ്പോഴെന്താണ്? വേനൽക്കാലം. നമ്മളുടെ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളുടെ ആ ഒരു അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. നമ്മളുടെ ഒന്നും വീടുകളിൽ വെള്ളമില്ലാത്ത ഒരവസ്ഥ, കിണറിലേക്ക് വെള്ളം വറ്റുന്ന ഒരവസ്ഥ, അല്ലേ? ആ ഒരവസ്ഥയാണ് ഈ പറയുന്നത് കേട്ടോ. ആ ഒരവസ്ഥയും അല്ല പറയുന്നത്. ശ്രദ്ധിച്ച് എന്താണ് അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ആ ഒരു വരൾച്ചയുടെ തുടക്കമായി കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തു? ആ വരൾച്ചയെ നേരിടാൻ വേണ്ടി അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തതെന്ന് ശ്രദ്ധിച്ചേ. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. എന്താണ്? ഒരുപക്ഷെ ഒരുപാട് കിണറുകൾ കുഴിച്ചിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ എന്താണ്? ജലസംഭരണികളിൽ നിന്നും വെള്ളം ഒഴുക്കിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാകാം. എന്താണ്? ആ വരൾച്ചയെ നേടാൻ എന്തൊക്കെ ചെയ്തു? ഒന്നും ഫലപ്രദമായില്ല. വർഷങ്ങൾ നീണ്ടുനിന്ന വളർച്ചയിൽ നദികൾ വറ്റിപ്പോയി. വർഷങ്ങൾ നീണ്ടുനിന്ന വരൾച്ചയിൽ എന്ത് ചെയ്തു? നദികൾ എന്ത് ചെയ്തു? വറ്റിപ്പോയി. കൃഷികൾ നശിച്ചു. കൃഷികളെല്ലാം നശിച്ചു.
കുടിവെള്ളമില്ലാതെ മൃഗങ്ങളും മനുഷ്യരും ചത്തൊടുങ്ങി. കുടിവെള്ളമൊന്നുമില്ലാതെ മൃഗങ്ങളും പക്ഷികളുമെല്ലാം ചത്തൊടുങ്ങി. ഇപ്പം നമുക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കുടിച്ചല്ലേ പറ്റുള്ളൂടോ. ഇപ്പം തന്നെ നമ്മൾ വീട്ടിൻ്റെ പുറത്തൊക്കെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ എന്താണ്, വല്ലാത്ത ദാഹമാണ്. എത്ര വെള്ളം കുടിച്ചാലും ആ ദാഹം അങ്ങോട്ട് മാറാത്ത അവസ്ഥ. നമുക്ക് ദാഹിക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ ശരീരത്തിന് വെള്ളത്തിൻ്റെ ആവശ്യകത വരുമ്പോഴാണ് നമുക്ക് ദാഹിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മളുടെ ശരീരത്തിന് വേണ്ടത്ര ജലം കിട്ടാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോഴെന്താണ്, ആ കുടിവെള്ളമില്ലാതെ എന്ത് ചെയ്തു? മൃഗങ്ങളും മനുഷ്യരും ചത്തൊടുങ്ങി. മനുഷ്യരും മൃഗങ്ങളുമെല്ലാം കുടിവെള്ളമില്ലാതെ ചത്തൊടുങ്ങി. മഴയ്ക്ക് വേണ്ടി ചെയ്യാത്ത ഹോമങ്ങളില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ ഹോമങ്ങൾ ചെയ്ത് മഴ പെയ്യിച്ചിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെയും ആ ഹോമങ്ങൾ നടത്തിയിട്ടുണ്ട്, മഴയും പെയ്തിട്ടുണ്ട്. നമ്മളുടെ ഒരു സിനിമയിലുണ്ടല്ലോ, പണ്ടത്തെ ഒരു സിനിമയുണ്ട്, വൈശാലി സിനിമ. അതിനകത്ത് ഇതിനൊക്കെ ഹോമം നടത്തിയിട്ടാണ് സിനിമയിൽ മഴ പെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മളുടെ പ്രദേശങ്ങളിൽ, നമ്മുടെ കേരളത്തിലും അത്തരം ഹോമങ്ങൾ നടത്തിയിട്ടുണ്ട്, മഴ പെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇദ്ദേഹം നോക്കിക്കേ, അദ്ദേഹം എന്താണ്, മഴയ്ക്ക് വേണ്ടി ചെയ്യാത്ത ഹോമങ്ങളില്ല. പുരോഹിതന്മാർ ഉപദേശിച്ചതൊക്കെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ പുരോഹിതന്മാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ മഴ പെയ്തില്ലെന്ന് മാത്രമല്ല, പകർച്ചവ്യാധി പടർന്നു പിടിച്ചു. എന്താണ്, ആ പുരോഹിതന്മാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അദ്ദേഹം ചെയ്തു. അതെല്ലാം ചെയ്തെന്ന് മാത്രമല്ല, എന്താണ്, ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു. എന്താണ്, പറഞ്ഞ ഉപദേശിച്ച കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് എന്താണ്, മഴ മാത്രം പെയ്തില്ല. മഴ പെയ്തില്ല എന്ന് മാത്രമല്ല, പിന്നെന്താണ്, പകർച്ചവ്യാധിയും പടർന്നു പിടിച്ചു. ഒരുപാട് മഴയില്ലാതെ വെള്ളം കുടിക്കാതെയുള്ള ഒരുപാട് അസുഖങ്ങളും പടർന്നു പിടിച്ചു. മനുഷ്യന് നേരിടാനും കഴിയുന്നതിന് പരിമിതികളുണ്ടെന്ന് മനസ്സിലായി. എന്താണ്, മനുഷ്യന് നേരിടാനും കഴിയുന്നതിന് പരിമിതികളുണ്ടെന്ന് മനസ്സിലായി. ചക്രവർത്തി എത്ര ശക്തനായാലും ഒരു ചാറ്റൽ മഴ പെയ്യിക്കാൻ പോലും അയാളെ കൊണ്ടാവുകയില്ലെന്ന് ബോധ്യപ്പെട്ടു. എന്താണ്, ചക്രവർത്തി എത്ര ശക്തിമാനാണെങ്കിലും എന്താണ്, ഒരു ചാറ്റൽ മഴ പെയ്യിക്കുവാൻ പോലും അയാളെ കൊണ്ടാവുകയില്ലെന്ന് ബോധ്യപ്പെട്ടു. അത് അദ്ദേഹത്തിനെ കൊണ്ടൊരു ചാറ്റൽ മഴ പെയ്യിക്കാൻ പോലും പറ്റത്തില്ല എന്നുള്ള കാര്യത്തിൽ എന്താണ് മനസ്സിലാക്കപ്പെട്ടു. അപ്പോൾ ചക്രവർത്തിയാണ്, ഭൂമി ഭരിക്കുന്ന ആളാണ് എന്നെല്ലാം പറയാം. പക്ഷെ എന്താണ്, ഒരു നിസ്സാരപ്പെട്ട ഒരു മഴ, ഒരു ചാറ്റൽ മഴ പെയ്യിക്കാൻ പോലും ആ ചക്രവർത്തിയെ കൊണ്ട് ആവുകയില്ലെന്ന് ബോധ്യപ്പെട്ടു. നോക്കിയ മക്കളെ, ആ ഒരു പാരഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ചേ. ഭൂമിയിലെ ഏറ്റവും നല്ല ഭരണാധികാരിയാകണമെന്ന് കൊതിച്ചു. അതിനുവേണ്ടി കഠിനമായി പ്രയത്നിച്ചു. രാജ്യം സമ്പദ് സമൃദ്ധിയായി. അപ്പോഴേക്കും വരൾച്ചയുടെ തുടക്കം. വരൾച്ചയെ നേരിടാൻ എന്തൊക്കെ ചെയ്തു? ഒന്നും ഫലപ്രദമായില്ല. വർഷങ്ങൾ നീണ്ടുനിന്ന വരൾച്ചയിൽ നദികൾ വറ്റിപ്പോയി, കൃഷികൾ നശിച്ചു, കുടിവെള്ളമില്ലാതെ മൃഗങ്ങളും മനുഷ്യരും ചത്തൊടുങ്ങി. മഴയ്ക്ക് വേണ്ടി ചെയ്യാത്ത ഹോമങ്ങളില്ല. പുരോഹിതന്മാർ ഉപദേശിച്ചതൊക്കെ ചെയ്തു. പക്ഷെ മഴ പെയ്തില്ലെന്ന് മാത്രമല്ല, പകർച്ചവ്യാധിയും പടർന്നു പിടിച്ചു. മനുഷ്യന് നേരിടാനും കഴിയുന്നതിന് പരിമിതികളുണ്ടെന്ന് മനസ്സിലായി. ചക്രവർത്തി എത്ര ശക്തനായാലും ഒരു ചാറ്റൽ മഴ പെയ്യിക്കാൻ പോലും അയാളെ കൊണ്ട് ആവുകയില്ലെന്ന് ബോധ്യപ്പെട്ടു. ഇപ്പോഴെന്താണ്, ചക്രവർത്തി എത്ര ശക്തനാണെങ്കിലും എന്താണ്, ഒരു ചാറ്റൽ മഴ പെയ്യിക്കാൻ പോലും അയാളെ കൊണ്ട് ആവുകയില്ലെന്ന് ബോധ്യപ്പെട്ടു. മനസ്സിലായില്ലേ? കണ്ടു, ആ ഒരു ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കഥ നമ്മൾ ഇതുവരെ പഠിച്ച പാഠഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു പാഠഭാഗമാണിത്, അല്ലേ? അപ്പം നന്നായിട്ട് വായിച്ചു നോക്കുക. ഈ പാഠഭാഗത്തിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ ചിൽഡ്രൻ, ബൈ.